ഹലോ നമസ്കാരം കൂട്ടുകാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫിലിപ്കാർട്സ് റിക്രൂട്ട്മെന്റ് 2026. ഇതിനകത്ത് നിങ്ങൾക്ക് ഫീസ് ഒന്നും കൊടുക്കേണ്ട, നിങ്ങൾക്ക് എക്സാം ഇല്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അത് പോരാഞ്ഞിട്ട് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എങ്ങും പോകേണ്ട, വെർച്വൽ ഇന്റർവ്യൂ ആണ്, നിങ്ങൾക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. അത് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. തമിഴ്നാട്, കർണാടക, തെലങ്കാന, അങ്ങനെ ആൾ ഓവർ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഈ വേക്കൻസി. നിങ്ങൾക്ക് 10th അപ്ലൈ ചെയ്യാൻ പറ്റും, 12th അപ്ലൈ ചെയ്യാം, ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാം. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന്റെ വേക്കൻസിയാണ്. നിങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, സ്റ്റേറ്റിലായിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലൊരു പുതിയ കാര്യം, നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിയാണ്. ഇതിനകത്ത് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി അവർ സെപ്പറേറ്റ്, അതല്ലാതെ നമുക്ക് പോസ്റ്റ് നോക്കി ഏതൊക്കെ പോസ്റ്റ് ആണെന്ന് കണ്ട് ആ ഒരു പോസ്റ്റിൽ പോയി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കൂടാതെ നിങ്ങളുടെ അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ റെസ്യൂം നിങ്ങൾ CV നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആ CV അനുസരിച്ച് ആ ഒരു മാച്ച് ചെയ്യുന്ന വേക്കൻസി അവർ കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഇതൊരു പുതിയ അനുഭവം. ഒരു 2-3 വർഷമായിട്ട് ഞാൻ റിക്രൂട്ട്മെന്റിന്റെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു അനുഭവം എനിക്ക് ആദ്യമാണ്. അതായത് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക, നമ്മുടെ റെസ്യൂം അല്ലെങ്കിൽ CV അപ്ലോഡ് ചെയ്യുക. ആ CVക്ക് അനുസരിച്ചുള്ള ആ ജോബ് അവർ കാണിക്കും. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ജോബ് അവിടെ ഇവിടെ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ CVയുടെ അനുസരിച്ച് ജോബ് അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, ആ ഒരു ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഫിലിപ്കാർട്സ് റിക്രൂട്ട്മെന്റ് 2026. ഫിലിപ്കാർട്സ് റിക്രൂട്ട്മെന്റ് അപ്ലൈ ഓൺലൈൻ ഫോർ പ്രഷർ. ഇതിനകത്ത് പ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു കാര്യം പറയാൻ മറന്നുപോയി, 45,000 രൂപ ശമ്പളമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പല പോസ്റ്റിന്റെ അനുസരിച്ച് മാറിയും മറിഞ്ഞും ഇരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ വെർച്വൽ ഇന്റർവ്യൂ ആണ്. വെർച്വൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സാലറി. എങ്കിലും ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 45,000 ആണ്. Flipkart recruitment 2026 apply online for pressure job. Hi friend, welcome you all to the Regin Thomas. Today I am telling you all about Flipkart recruitment. എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായിരിക്കണം, നിങ്ങളുടെ എക്സാമിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം, അതുകൂടാതെ CV അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ചുള്ള ആ ജോബ് എങ്ങനെയാണ് കാണുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിക്കുന്ന വേക്കൻസി. ഫിലിപ്കാർട്സ് ജോബ് വേക്കൻസി, ഓർഗനൈസേഷൻ ഫിലിപ്കാർട്സ്. ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെ ജോബാണെന്ന്. പിക്കർ ആൻഡ് പാക്കേഴ്സിന്റെ ജോബ് ഉണ്ട്, ഡെലിവറി ബോയുടെ ജോബ് ഉണ്ട്, ഡെലിവറി എക്സിക്യൂട്ടീവിന്റെ ജോബ് ഉണ്ട്, എഞ്ചിനീയർ അസോസിയേറ്റ്, ഓപ്പറേഷൻ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഉണ്ട്, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്, ഫൈനാൻസ് മാനേജറുടെ വേക്കൻസി ഉണ്ട്, സെക്യൂരിറ്റി ഓഫീസർ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ടന്റ്, പാക്കിംഗ് ബോയ്സ്, മാനേജർ, അസിസ്റ്റന്റ്, വെയർഹൗസ് കീപ്പർ, ഗ്രാജുവേറ്റ് ട്രെയിനി എഞ്ചിനീയർ ആൻഡ് അതർ വേരിയസ് ജോബ്. ഇത് കൂടാതെയുണ്ട് ഏതാണ്ട് 18,500 ജോബാണ് ഇതിനകത്ത് ഉള്ളതായിട്ട് പറയുന്നത്. ടോട്ടൽ പോസ്റ്റ് 18,500. ഞാൻ അപ്രോക്സിമേറ്റ് ആണ് ഇത് ഞാൻ പറഞ്ഞ ആൾറെഡി. അപ്ലൈ മോഡ് ഓൺലൈനാണ്. ഹു ക്യാൻ അപ്ലൈ? ആൾ ഇന്ത്യ മെയിൽ ഫീമെയിൽ. ഫ്ലിപ്കാർട്ട് ജോബ് വേക്കൻസി 2026 ഏജ് ലിമിറ്റ്. നിങ്ങൾക്ക് മിനിമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 18 വയസ്സാണ്. മാക്സിമം ഏജ് നോ ലിമിറ്റ്. നിങ്ങൾക്ക് മാക്സിമത്തെ പറ്റി പറയുന്നില്ല. അതുകൊണ്ട് വളരെ നല്ലതാണ്. ഏജിനെ പറ്റി ഇവിടെ ഒരു ലിമിറ്റ് അവർ പറയുന്നില്ല. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ OBC നില്ലാണ്, SC ST PWD നില്ലാണ്. നിങ്ങൾക്ക് ഒരു ഫീസും കൊടുക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമും ഇല്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് 10th 12th ഗ്രാജുവേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓഫ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ റെസ്യൂം അല്ലെങ്കിൽ CV വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം, ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ് വേണം, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ, നിങ്ങളുടെ സാലറി ആ ബാങ്കിലായിരിക്കും വരുന്നത്, അതിന് വേണ്ടിയിട്ട് ഏജ് പ്രൂഫ് വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. ഒരുപക്ഷെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ, നിങ്ങൾ സെലക്ട് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരും.
Important date, starting date for apply online already started. Last date for apply online as soon as possible ആണ്. ഏത് സമയത്തും ഇത് നിന്ന് പോകാം, അല്ലെങ്കിൽ അവർ എക്സ്റ്റെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്ന, അവരുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഞാൻ ഈ ക്ലിക്ക് ഹിയർ എന്നുള്ളിടത്ത് ഞാൻ ക്ലിക്ക് ചെയ്ത്, അപ്പൊ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഡയറക്റ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഇവിടെ ഫ്ലിപ്കാർട്ട്സ് എന്ന് പറയുന്നുണ്ട്, കാരിയർ, ഈ വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ താഴോട്ട് പോയി നോക്കുക. ഇവിടെ അധിക കാര്യങ്ങളൊന്നുമില്ല. ഫ്ലിപ്കാർട്ട്സിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഈ മേളിൽ കാണുന്ന ഇത് ജോബ്സ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജോബ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്കാണ് വരിക. ഫ്ലിപ്കാർട്ട്സ് കാരിയർ ഉണ്ട്. ടുഗദർ ബി ഡെയർ ടു മാക്സിമൈസ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വ്യൂ ആൾ ജോബ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ജോബും കാണാൻ പറ്റും. അതല്ല, ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് എഫാമാന്റെ എല്ലാം OPS ഉണ്ട്, ഒരു പൊസിഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര വേക്കൻസി ഉണ്ടെന്ന് ഓരോന്ന്, കൺട്രോൾ ഓർഗനൈസേഷൻ അക്കൗണ്ടിങ്ങിന്റെ ഓപ്പൺ റോൾ പറയുന്നുണ്ട്, ഒരു ഓപ്പൺ റോൾ പറയുന്നുണ്ട്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിന്റെ ഒന്നുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു വ്യൂ ആൾ ജോബ് കാണുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങൾ വ്യൂ ആൾ ജോബ് നോക്കുക. ഇനിയാണ് പ്രധാനമായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളോട് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ജോബ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഷോവിംഗ് ജോബ് ബെസ്റ്റ് സൂട്ടഡ് ഫോർ യു എന്നുള്ളിടത്ത് റീ അപ്ലോഡ് റിസീവ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്ത് ചെക്ക് ചെയ്തത് കൊണ്ടാണ് ഇത് റീ അപ്ലോഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അപ്ലോഡ് റിസീവ് എന്ന് ഇവിടെ കാണിക്കത്തുള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അപ്ലോഡ് റിസീവ് കാണിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൊബൈൽ ഏത് ഫോൾഡറിലാണ് നിങ്ങളുടെ ആ ഒരു CV ഇരിക്കുന്നതെങ്കിൽ അത് ബ്രൗസ് ഫയലിൽ പോയിട്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോ എന്റെ ഡെസ്ക്ടോപ്പ്, ഞാൻ ഇത് ലാപ്ടോപ്പിലൂടെ ചെയ്യുന്നത് കൊണ്ട് എന്റെ ഡെസ്ക്ടോപ്പിൽ വന്ന് എന്റെ ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിരുന്ന ഈ ഫോൾഡറിലാണ് എന്റെ ഇരിക്കുന്നത്. ഞാൻ ഇത് സെലക്ട് ചെയ്ത്, എന്റെ PDF ഫയലാണ് ഇത്, CV ആണ് ഞാനിത് സെലക്ട് ചെയ്ത്. അപ്പൊ അല്പസമയം ഇതിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കും. നിങ്ങൾ അത് വെയിറ്റ് ചെയ്യുക. വരുമ്പോഴത്തേക്ക് ഈ ഡീറ്റെയിൽ ഇവിടെ കാണിക്കുക. പേര് വന്ന് ഇവിടെ ആ ഒരു ഇമെയിൽ ID വന്ന് ഇവിടെ ഫോൺ നമ്പർ 9174340074. ഇവിടെ നെക്സ്റ്റ് ഹൈലൈറ്റ് ആയി. നിങ്ങൾ ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇച്ചിരി സമയം വീണ്ടും എടുക്കും അതിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡിംഗ് യുവർ റെസ്യൂം പറഞ്ഞ് അല്പം കൂടെ സമയം എടുക്കുന്നുണ്ട്. യുവർ റെസ്യൂം ഗെറ്റിംഗ് പ്രോസസ്ഡ് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്ത ആ റെസ്യൂമിന്റെ അനുസരിച്ച് ഇവിടെ ജോബ് പറഞ്ഞ് ഇവിടെ കൂടെ നിങ്ങൾക്ക് ജോബ് ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആൾ ജോബിൽ വരിക. ഒരിക്കൽ കൂടി കാണിക്കുക. ഇവിടെ നിന്ന് പോയി ഇവിടെ ജോബ് ക്ലിക്ക് ചെയ്ത് ഇവിടെ വ്യൂ ആൾ ജോബിൽ പോയി ഇവിടെ ഞാൻ പറഞ്ഞത് കണക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോബ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ ജോബ് എല്ലാം ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ ഫിൽട്ടർ ചെയ്യാം, ഡിപ്പാർട്ട്മെന്റ് ഫിൽട്ടർ ചെയ്യാം. ആ ഒരു രീതിയിൽ ചെയ്ത് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നിങ്ങൾക്ക് തമിഴ്നാടിന്റെ വേക്കൻസി ഉണ്ട്, കർണാടകയുടെ വേക്കൻസി ഉണ്ട്, തെലങ്കാനയുടെ വേക്കൻസി ഉണ്ട്, പിന്നെ ബോംബെയുടെ ഉണ്ട്, ഡൽഹിയിലുണ്ട്. ആൾ ഇന്ത്യ വേക്കൻസിയാണ്. കേരളത്തിലെ വേക്കൻസി മാത്രം ഞാൻ കണ്ടില്ല. ബാക്കി എല്ലായിടത്തും വേക്കൻസി ഉണ്ട്. ഇപ്പൊ ഏതെങ്കിലും വേക്കൻസിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക്. ഞാൻ സീനിയർ മാനേജർ മാർക്കറ്റ് പ്ലേസ് ഫുൾഫിൽമെന്റ് ആണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് ഇവിടെ ഇതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ അത് വെച്ച് മാച്ച് ആകുകയാണ് നിങ്ങൾ അപ്ലൈ ഫോർ ദിസ് ജോബ് ക്ലിക്ക് ചെയ്യണം. അപ്പം ഓട്ടോ ഫിൽ ആപ്ലിക്കേഷൻ ആണിത്. ഞാൻ എന്റെ ആ റെസ്യൂം അപ്ലോഡ് ചെയ്തത് കൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടൈം നിങ്ങൾ ഡയറക്റ്റ് പോകുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒന്നും കാണിക്കത്തില്ല. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു. ടേക്ക് കെയർ.